മോനെ ഇന്ദിര, അച്ഛൻ തിരിച്ചു വരുന്നതുവരെ അമ്മയും നിന്റെ കൂടപ്പിറപ്പുകളെ നീ നോക്കണം. നോക്കില്ലേടാ? നോക്കാം. നീ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം. ശേഖരൻ പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചു വന്നിരിക്കും. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര അയച്ച ശേഖരൻ എങ്ങനെ മോളുടെ അടുത്തെത്തി? അതൊരു സ്പെഷ്യൽ സർപ്രൈസ് അങ്കിൾ. അച്ഛൻ പഞ്ചരത്നത്തിലേക്ക് തിരിച്ചുപോയി കാണുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ പോണോന്ന് ഞാൻ പറയായിരുന്നു ദാസനോട്. മാഷിന്റെ മകളാണോ അനുമോള്? വലിയ അത്ഭുതം തോന്നുക. നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. ഈ മകൾ എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. നീ രാവിലെ എഴുന്നേറ്റ് അടുക്കള കയറിയോ? അമ്മ പറഞ്ഞല്ലേ നിന്നോടൊന്നും ചെയ്യണ്ടെന്ന്? അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞോന്ന് വെച്ച് എനിക്ക് മുറിയിന്ന് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ സോനെ? കിച്ചണിലെ ജോലിയൊക്കെ ചെയ്യാൻ ഇപ്പൊ ആളുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അമ്മ അങ്ങനൊക്കെ പറഞ്ഞത്. എന്നാലും അതിരാവിലെ ചെയ്യേണ്ട കാര്യങ്ങള് നമുക്ക് തന്നെ ചെയ്യാലോ. സോന തന്നെ ഇപ്പോ മോൾക്ക് പാലെടുക്കാനല്ലേ വന്നേ? അതെ, അതെപ്പോഴും ഞാൻ തന്നെയല്ലേ ചെയ്യാറ്. എന്നാ ഇന്ന് ഞാൻ പാല് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി മുതൽ മോൾക്കുള്ള പാല് എന്ന് ഞാൻ തിളപ്പിച്ചു വെച്ചേക്കാം. ഞാൻ ദാ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചായ എടുക്കട്ടെ? എടുത്തെങ്കിൽ കുടിക്കും. ആ മനുഷ്യൻ ഇതുവരെ എഴുന്നേറ്റ് വന്നില്ലല്ലോ. പ്രതിഭേ, നീയേ അയാളെ ഒന്ന് വിളിക്കോ? ആ, ഞാൻ പോയി വിളിക്കാം. അപ്പൊ ഒരു ചായ അദ്ദേഹത്തിനും കൊടുക്കാം അല്ലേ സോനെ? അല്ല, ഞാനെങ്ങനെ അദ്ദേഹത്തെ അടുക്കള ജോലിക്കായി വിളിക്കുന്നത്? ഒരു ചായയായിട്ട് ചെന്ന് വിളിച്ചാ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവുകയും ചെയ്യും, ജോലി ചെയ്യാൻ ഒരു ഉണർവും കാണും. ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്, ഞാനൊന്നും പറയുന്നില്ല. അമ്മയുടെ വായിലുള്ളത് കേൾക്കാൻ തയ്യാറായിട്ട് പോയാൽ മതി. അത് സാരമില്ലെന്നേ. ഒരു നല്ല കാര്യം ചെയ്തിട്ടല്ലേ, ഞാനത് സഹിച്ചോളാം. ആ, ഇത് ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാം. എടുത്ത് കുടിച്ചോളണേ. ശരി, പൊയ്ക്കോ. അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. കുളിക്കാൻ പോയതാവും. ചായ ഇവിടെ വെച്ചേക്കാം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി അയാളെ കൂടുതൽ സൽക്കരിക്കാൻ പോകരുതെന്ന്. അത് സോന പറഞ്ഞു അദ്ദേഹത്തെ കിച്ചണിലോട്ട് വിളിച്ചോണ്ടല്ലേ. അതുകൊണ്ട് അപ്പോ ഒരു ചായ കൊണ്ടുവന്നേ ഉള്ളൂ. ഓ, ദേ കൂടുതൽ വിളച്ചെടുക്കാൻ നോക്കല്ലേ. കൊണ്ടുവന്ന സ്ഥിതിക്ക് ആ ചായ അയാളുടെ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിട്ട് കപ്പ് എടുത്തിട്ട് വയ്ക്കും. ചെല്ലടി.